അതിൻ്റെ ചരിത്രം എനിക്ക് 10ാം ക്ലാസ്സിലെ നമ്മുടെ ഇടയിൽ ഇത് നൽകുന്ന സന്ദേശം ഉണ്ടാകാതെ മാത്രം ഞാൻ നിങ്ങളോട് പറയുന്നു. അമേരിക്ക 2ാം ലോക ഒരു മഹായുദ്ധം ചെറിയ സംഭവത്തിൽ നിന്ന് ആയിരുന്നു വലിയ വിനാശത്തിൽ എത്തിച്ചേരുന്നു. ചെറിയ സംഭവത്തിൽ നിന്ന് ആരംഭിച്ച് ഒരു വലിയ വിനാശത്തിന് എത്തിച്ചേരുന്നു. ഇംഗ്ലണ്ട് ഉൾപ്പെടുന്ന രാജ്യങ്ങൾ അവർ അതാണ് ഓഗസ്റ്റാർ പുരോഗമനയിൽ സംഭവിച്ചത്. പലപ്പോഴും നമ്മളുടെ ഇടയിലും ഇതാണ് സംഭവിക്കാറുള്ളത്. ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ഒരു ചെറിയ തമാശ അമേരിക്ക രംഗത്ത് അല്ലെങ്കിൽ ഒരു ചെറിയ പേര് ഈ സമയത്ത് അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് മഹായുദ്ധത്തിന് ഹിറ്റ്ലർ പിടിച്ചൊന്ന് തള്ളുന്നത്, ഒന്ന് കളിയാക്കുന്നത്, എല്ലാ ഒരു ചീത്ത വാക്ക് ഉപയോഗിക്കുന്നത്, ഈ സമയത്താണ് ഇതൊക്കെ വലിയ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടെത്തുന്നു. ജർമ്മനിയുടെ കൂടെയുള്ള രാജ്യമായിരുന്നു. ജപ്പാന്റെ സമാധാനം എന്നുള്ള വാക്കിനേക്കാൾ ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെടേണ്ട വാക്കെന്ന് പറയുന്നത് സഹിഷ്ണുത എന്ന വാക്കാണ്. ടോളറൻസ്. ആ സമയത്ത് താഴ്ന്ന നമ്മുടെ പ്രായത്തിൽ ഏറ്റവും കുറഞ്ഞതും അത് തന്നെയാണ്. ഇംഗ്ലണ്ടിൻ്റെതിലുള്ള പതാക ഈ സഹിഷ്ണുത ഉണ്ടെങ്കിൽ സമാധാനം സ്വാഭാവികമായി തന്നെ ഉണ്ടായിരിക്കും. 10 പേരാണ്. മനുഷ്യരുടെ ഇടയിലെ അവർ പറഞ്ഞു സഹിഷ്ണുതയില്ലായ്മയാണ് സമാധാനമില്ലായ്മയ്ക്ക് കാരണമായി മാറുന്നത്. തകർക്കാവുന്നതാണ്. അധിക നേരം ഞാൻ നിങ്ങളെ വെയിലത്ത് നിർത്തുന്നില്ല. ആ വിമാനത്തിലുണ്ടായിരുന്നവർ എല്ലാവരുടെയും ഉള്ളിലുണ്ടായിരിക്കട്ടെ ഹാർബർ സഹിഷ്ണുത എന്ന മനോഭാവം നമ്മുടെ ഇടയിൽ വളരുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ ക്ലാസ് മുറികളിൽ തന്നെ ആരംഭിക്കട്ടെ. അതിന് നിങ്ങളുടെ അധ്യാപകർക്ക് തരുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക. അതിനുള്ള വിവിധ പ്രവർത്തനങ്ങൾ ക്ലാസ് മുറികളിൽ നടത്തേണ്ടതുണ്ടെന്നുള്ള കാര്യം ഞാൻ അധ്യാപകരെ ഓർമ്മിക്കുന്നു. ഇതറിഞ്ഞ ആ സ്പോട്ടിൽ അമേരിക്ക മറ്റൊന്ന് സ്കൂൾ തുറന്ന് 2 മാസം പിടിച്ച് നമ്മുടെ ഇടയിൽ ഇത് നൽകുന്ന സന്ദേശം അവസാന യുദ്ധം തീരാൻ നേരം എല്ലാ യുദ്ധത്തിലും ഒരു ചെറിയ സംഭവത്തിൽ നിന്ന് ആരംഭിക്കുന്നതാണ് അങ്ങനെ പറഞ്ഞു. ഓഗസ്റ്റ് മാസം വലിയ വിനാശത്തിൽ എത്തിച്ചത്. കൊച്ചു വിമാനത്തിൽ ചെറിയ സംഭവത്തിൽ നിന്ന് ആരംഭിച്ച് ഒരു വലിയ വിനാശത്തിന് എത്തിച്ചേരും. ഏതാണ്ട് 1000 അതാണ് ഓഗസ്റ്റ് 6 ഹിരോഷിമയിൽ സംഭവിച്ചത്. അപ്പോഴും ചോദിക്കുന്നു യുദ്ധം അവസാനിപ്പിക്കാൻ പലപ്പോഴും നമ്മുടെ ഇടയിലും ഇതാണ് സംഭവിക്കാറുള്ളത്. ഒരു ചെറിയ തമാശ മാറ്റം അല്ലെങ്കിൽ ഒരു ചെറിയ പേര് അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് പിടിച്ചൊന്ന് തള്ളുന്നത്, അതായത് ഒന്ന് കളിയാക്കുന്നത്,